മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നതിന് പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് പുതിയ ആവശ്യം. മാത്യു നിലപാട് മാറ്റിയതിന് പിന്നാലെ ഹർജിയിൽ വിധി പറയുന്നത് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി മാറ്റിവെച്ചു. ഈ മാസം 12-നാണ് കേസിൽ കോടതി വിധി പറയുന്നത്. മാത്യു കുഴൽനാടന്റെ നിലപാട് മാറ്റത്തെ കോടതി വാക്കാൽ വിമർശിച്ചു. ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്നാണ് കോടതി മാത്യു കുഴൽനാടനോട് പറഞ്ഞത്. നിലപാട് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഹർജി തള്ളണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്ന് വിധി പറയാനായി ഈ മാസം 12-ലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു. സേവനങ്ങളൊന്നും നൽകാതെയാണ് വീണ വിജയൻ CMRL നിന്നും പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും അടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. പിണറായിയും മകൾക്കും പുറമെ CMRL ഉടമ SN ശശിധരൻ കർത്ത, CMRL, KMML, ഇന്ത്യൻ റെയിൽ എർത്ത്, എക്സാലോജിക് എന്നിവരാണ് എതിർകക്ഷികൾ. ആറാട്ടുപുഴയിൽ ധാതുമണൽ ഖനനത്തിനായി കർത്ത സ്ഥലം വാങ്ങിയെങ്കിലും 2004-ലെ സംസ്ഥാന ഉത്തരവും കേന്ദ്ര നിയമങ്ങളും എതിരായതിനാൽ ഖനനാനുമതിയിൽ ലഭ്യമായിരുന്നില്ല. കേരള ഭൂവിനിമയ ചട്ടപ്രകാരം പ്രസ്തുത ഭൂമിക്ക് ഇളവ് ലഭ്യമാക്കാനുള്ള കർത്തയുടെ ശ്രമങ്ങളും പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വീണ CMRL-ലുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ഇതിനുശേഷം മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് റവന്യൂ വകുപ്പിനോട് കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ നിർദ്ദേശിച്ചതായി മാത്യു കുഴൽനാടൻ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഇതിനിടെ 2018-ലെ വെള്ളപ്പൊക്കത്തിന്റെ മറവിൽ കുട്ടനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖത്ത് നിന്ന് ഉദ്ദേശം 2000 കോടി രൂപ വിലയുള്ള ദശലക്ഷക്കണക്കിന് ഇൽക്കനൈറ്റും 85,000 ടൺ റൂട്ടൈലും ഖനനം ചെയ്തു. സർക്കാർ അധീനതയിലുള്ള KMML-ലാണ് ഖനനാനുമതിയെങ്കിലും KMML-ൽ നിന്ന് ക്യൂബിക്കിന് വെറും 464 രൂപ നിരക്കിൽ CMRL ഇവ സംഭരിക്കുന്നുവെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. അതേസമയം ഈ ആരോപണങ്ങളൊക്കെ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ വിജിലൻസ് കോടതിക്കാവില്ലെന്നും സമാന സ്വഭാവമുള്ള ഹർജികൾ നേരത്തെ തീർപ്പാക്കിയതാണെന്നുമാണ് സർക്കാർ കോടതിയിൽ വാദിച്ചത്. മാർച്ച് അവസാനത്തോടെ മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു. EDയുടെ കൊച്ചി യൂണിറ്റാണ് ECIR രജിസ്റ്റർ ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് SFIO അന്വേഷണം നടക്കുന്നതിനിടയിലായിരുന്നു ഈ നടപടി. കേസിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമായിരുന്നു ED നടപടികളിലേക്ക് കടന്നത്. ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു EDയുടെ നടപടി. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് തുല്യമായ നടപടിയാണ് ECIR. വീണയുടെ എക്സാലോജിക് കമ്പനി ഉൾപ്പെടെ SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ED അന്വേഷണ പരിധിയിലാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.